हाय एवरीवन, मैं हूँ श्वेता। मेरा नाम है इंद्र और आप सबका स्वागत है हमारे चैनल में। अभी हम भरतनाट्यम का अगला सीन देखने वाले हैं, तो आइए देखते हैं। आइए देखते हैं। Oh, he is able to stand. नहीं, स्टैंड नहीं लेके गया इसको। ഊട്ടിയിലൊക്കെ ഈ ആൾക്കാർ പറയുന്ന പോലെ ഭയങ്കര തണുപ്പാണോ? ഞാനൊക്കെ പോയ ടൈമില് കൊടും തണുപ്പാ. സ്വെറ്റർ ഇടാതെ ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷേ രസമാണ്. നിങ്ങൾ ഇതുവരെ ഊട്ടിയിലൊന്നും പോയിട്ടില്ലേ? പോയിട്ട് ഇവിടെ അതുകൊണ്ട് പക്ഷേ അച്ഛനെ അമ്മ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചായിരുന്നു. അല്ല, ഒരു ഫോട്ടോ എടാ, ഞാൻ പറഞ്ഞില്ലേ അന്നതൊന്നും അറിയാനും പാടില്ലായിരുന്നു. പറഞ്ഞു തരാം, കാര്യങ്ങൾ കൃത്യമായിട്ടല്ലോ. എടാ, ഒരു തവണ പറ്റിയ തെറ്റ് രണ്ടാമത് വരുമ്പോ നമ്മൾ ആവർത്തിക്കോ? ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ वाईफाई वो भी वाईफाई थी उसकी। ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ വലിയ കുമ്പത്തേറി നാട്ടിൽ കണ്ടും കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ. കളിനാളെ കയ്യിൽ നിന്നും തെറിക്കുമോ? കപ്പലേറി മാനം ദൂരെ ഒടുങ്ങുമോ? ഇരുവരെയും വെട്ടിപ്പൊക്കും സകലതും പടയെടിഞ്ഞു കൊള്ളിഞ്ഞു കൊള്ളിഞ്ഞു തകരുമേ. വലിയ കുമ്പത്തേറി പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ. ചോദ്യങ്ങൾ മാരകപ്പാവും പോലെ ഒളിച്ചു മറച്ചത് എങ്ങാനും നാളെ തോളിക്കുന്നുണ്ട്. वही सोच रहा ഇല്ല, കുറച്ചുകൂടെ വലിയ കുമ്പത്തേറി നാട്ടിൽ കണ്ടും കാട്ടി മുൻപേ നടന്നവർ अरे यार, I feel bad. പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ. കയ്യിൽ നിന്നും എറിക്കുമോ? കപ്പലേറി പടയെടിഞ്ഞു കൊള്ളിഞ്ഞു കൊള്ളിഞ്ഞു തകരുമേ. വലിയ കുമ്പത്തേറി നാട്ടിൽ കണ്ടും കാട്ടി മുൻപേ നടന്നവർ എന്തായി നിന്റെ PSC? LDCയും സെക്രട്ടറി ടെസ്റ്റിന്റെയും റിസൾട്ട് വരണ്ടിച്ചാ. അതെന്റെയാ. താങ്ക്സ്. अरे മേലോട്ട് കേറുവാൻ പിടിവള്ളിയുണ്ടോ? എന്നെ ഒന്ന് പുറത്തു അതെ
ഓക്കെ What was that for him, yaar? നോട്ട് ബാഡ്. ठीक है. പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മുണ്ട തട്ടി കൂട്ടിലൊതുങ്ങിയോ കളിനാളെ കയ്യിൽ നിന്നും തെറിക്കുമോ കാണാൻ മാനം പോലെ ഓടുന്നുമോ ഇന്നുവരെ കെട്ടിപ്പൊക്കും സകലതും പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞു കലരും പയ്യെ പമ്മി പമ്മി നീണ്ട മുണ്ട തട്ടി കൂട്ടിലൊതുങ്ങിയോ अरे क्या बात करे, ऑकवर्ड रहता है ना. അല്ല അച്ഛനായിട്ടുള്ള കല്യാണം എങ്ങനെയാ നടന്നേ? അത് ഇതെന്റെയും രണ്ടാം കല്യാണേനു. ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് 7-8 മാസം കഴിഞ്ഞപ്പോ തന്നെ മൂപ്പര് മരിച്ചു. ന്യൂമോണിയേനു. ആടുന്ന് ഏകദേശം ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അച്ഛന്റെ പരസ്യം പത്രത്തിൽ കാണുന്നത്. Ad? എന്ത് പരസ്യം? തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിതനായ യുവാവ് പുതിയ ബന്ധം നോക്കുന്നെന്ന് പറഞ്ഞു. വിളിച്ചു നോക്കിയപ്പോ മൂപ്പർക്ക് ആടത്തില്ല താമസവും ജോലിയും പിന്നെ പറയത്തക്ക ബന്ധുക്കൾ ആരുമില്ല. എന്റെ അച്ഛൻ അതങ്ങ് ഉറപ്പിച്ചതാ. എന്തുകൊണ്ടോ ആദ്യത്തെ ഭാര്യ ഡിവോഴ്സ് ആക്കിയെന്ന് അച്ഛൻ എപ്പോഴും പറഞ്ഞായിരുന്നു. അത് ആദ്യ ഭാര്യയ്ക്ക് എന്തോ മാനസികമായിട്ട് ചെറിയ കുഴപ്പങ്ങൾ ഒഴിവാക്കേണ്ടി വന്നു. क्या चीटर है बेटा, बोल बेचारा बेचारा बोल. It wasn't unintentional. മര്യാദയ്ക്കൊരു കല്യാണം കഴിച്ചിട്ട് പിന്നെ വേറെ ബന്ധത്തിൽ പോകുന്നതിനല്ലേ അവിഹിതം എന്ന് പറയുന്നേ. ഇപ്പൊ ഇവിടെ മര്യാദയ്ക്ക് കല്യാണം കഴിച്ചിരിക്കുന്ന അവരെയാ അപ്പൊ നമ്മളമ്മ അവിഹിതമാണോ? അല്ലേ? രണ്ടാമത് റൂട്ട് മാറി പോകുന്നതല്ലേ അവിഹിതം. ഇപ്പൊ പ്രൂഫില്ലാത്തോണ്ട് നമ്മുടെ അച്ഛൻ ആരാ? മക്കളല്ലേ? അമ്മ ഭാര്യയല്ലെങ്കിൽ നമ്മളെന്ത് മക്കള്? वो तिरछी आंख से देख गई क्या? Oh God! कुछ करके देख रहा है, सैर तो नहीं डाला है. ഒരു വെള്ള പൂച്ച അവിടെ കാണുന്നുണ്ടോ? നോക്കി ഇവിടെ അവിടെ അതോടൊപ്പം ആ വരുന്നവർക്ക് ഇറങ്ങി കിടപ്പുണ്ട്. ഓ കറങ്ങി കിടപ്പുണ്ടോ? अरे रे रे रे! बिहार का तो ऐसे किए तो यही लगेगा. നീ അങ്ങോട്ട് പോവാ, ഞാൻ പറമ്പിലേക്ക്. ഇത് കഴി
രണ്ടു മാസം കൂടുമ്പോഴൊക്കെ അച്ഛൻ വരാറുള്ളൂ. കറക്റ്റായിട്ട് തന്നെ പ്രൊഫസർ മാർക്ക് ലിസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഓരോന്നും പറഞ്ഞ് വേർത്ത് ചെയ്തതാ പുള്ളി. ഞാൻ പഠിക്കാൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് മൂപ്പരായാലും നിലപാടാറില്ല. പിന്നെ ആകെ നിർബന്ധിച്ച് ജയിക്കുന്നത് കൊല്ലത്തിൽ ഒരു വർഷം ശബരിമല കിട്ടും. അതാണല്ലേ ഇവിടെ എല്ലാ കൊല്ലവും അരവണയാകുമ്പോ കിട്ടാറുണ്ടോ? അതായിരിക്കും. ശശിയേട്ടൻ പറഞ്ഞ നിങ്ങളെ ഒരു പോയി ഫോട്ടോ ഉണ്ടെന്ന്. അത് സമ്മർ വെക്കേഷനില് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഒരു വട്ടം കൊളർ പോയിട്ടുണ്ട്. പിന്നെ 2-3 കോളേജിലായിട്ട് ഒരു 3 വട്ടം പിന്നെ കൊളർ പോയിട്ടുണ്ട്. बड़ा भी लोग को बुरा लगेगा यार. കൊളർ മാത്രം പോയിട്ടുണ്ട്. തുടങ്ങി കോളേജിലെ അഡ്മിഷൻ നേരത്ത് അച്ഛനാണ് വന്നിരുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ ഫോമില് പൊട്ടിക്കാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ചപ്പോ എന്റെ ഉണ്ടായതാ. എന്നിട്ട് അച്ഛൻ്റെ തീർച്ചയായിട്ടും ഉറപ്പിച്ചപ്പോ തന്നെ പുള്ളി പേഴ്സിന് ഫോട്ടോ എടുത്ത് കൊടുത്തു. എനിക്ക് ഉറപ്പാണ് ഞാൻ ചെയ്ത് അങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് കൊടുത്തിട്ടില്ല. ഇത് ഞാനാ. എന്റെ കോളേജിൽ ഈ ഫോട്ടോ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ഉറപ്പാക്കണോ? എടാ എന്നാലും എന്റെ ഇടയിൽ നിന്റെ ഫോട്ടോ ഉള്ള ഒരു സപ്ലൈ ചെയ്തണ്ടായി. പദങ്ങള് പറ്റില്ലേ? കുഴപ്പമില്ല. कर दे एग्जाम क्लियर. किसको मालूम पड़ेगा? നീ എന്താ അവനോട് പുറത്തിറങ്ങിയത്? അല്ല കോവിഡ് കണ്ടില്ല. അപ്പൊ അവനെ കൂടെ ഇറങ്ങിയിട്ടുണ്ടല്ലേ? ആരെങ്കിലും കണ്ടാ ഇതായേനെ. അല്ല അതിനെ കണ്ടിട്ടില്ല ചേച്ചി. ഓ കണ്ടവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? നോട്ട് കിട്ടിയാൽ മതി, നാട്ടുകാർക്ക് അറിയാലോ. ഇവന്മാരെ രണ്ടുകൂടെ പുറത്തിറങ്ങിയിട്ടല്ലേ കമ്പനി കൂടുതലൂടെ അകത്തും സ്ഥലം. കോവിഡ് ആയോണ്ടാണ് കാണുന്നു. അല്ലെങ്കിൽ കണ്ടാ പ്രശ്നം ഇങ്ങനെ നാട്ടായി പേടിമായി. നീ എല്ലാരും മാത്രം നോക്കിയാൽ എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞങ്ങളങ്ങനെയാണ്. ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാവരുടെയും കാര്യം തലയിടുന്നുണ്ട്. അവർ തിരിച്ചും തലയിടുന്നുള്ള നല്ല പേടി ഇവിടെ എല്ലാവർക്കും. നിങ്ങൾ അടുത്തിരുന്ന് സംസാരിച്ചോ? എത്ര വേണം സംസാരിച്ചോ? എനിക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ വേറെ വഴിയില്ല മോനെ, അവസ്ഥയാണ്. इतने सारे कोकोनट थे. हाँ तो बराबर ना, हार्वेस्टिंग होता रहता है ना टाइम टू टाइम. അച്ഛന്റെ സപ്തതി എടുക്കാറായി. നാട്ടുകാരെ വിളിക്കണ്ടേ? പരിപാടി ചെറിയ രീതിയിൽ നടത്തുന്നു. തൽക്കാലം ആര് ചോദിച്ചാലും അച്ഛനൊന്ന് ഉഷാറായിട്ട് ഇതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ എന്നോട് ഒഴിവാക്കിയേക്കും. അതിന്റെ മനുഷ്യരോട് അറിയിരിക്കും. രണ്ടാണ് നമ്മുടെ എല്ലാവരും കൂടെ കൂട്ടുകൾ ശ്രദ്ധ കൊടുക്കല്. സംഗതി വക്കീലാണ്, എത്തിക്സ് ഉണ്ടാവും എന്നൊക്കെ ശരിയാണ്. പക്ഷെ ഏതൊരു സഭയിലൂടെ നിങ്ങളത് മനസ്സിലാച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കാര്യം എല്ലാവരും വിളമ്പിയാല് സംഭവം ആ വഴിക്കേക്ക് പോകും. ചർച്ച ചെയ്ത ടെൻഷൻ കൂട്ടാനല്ലാതെ ഒരു എക്സ്പെർട്ടിനെ കാണുന്നത് തന്നെയാണ് നല്ലത്. കട്ടായിപ്പോയി. വിളിക്കാം വാ. പ്രായത്തില ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന് ഡെപ്പോസിറ്റുള്ള പൈസ കണ്ടിരിക്കുന്നത് അവരുടെ വിവരത്തിലാണ്. ആ കാര്യം അതൊക്കെ അറിയുകയും ചെയ്യും. അതുമല്ല ഈ വിവരം നിന്നോട് പറയാൻ അവന് നല്ല വഴിയുണ്ട്. അതുകൊണ്ട് നീ ഒരു ഇനിഷ്യേറ്റീവ് ഇടാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. एक तो ये भी तो है ना. ഈ രണ്ടാമത്തെ കക്ഷിയിലെ രണ്ടാമതിരാ. അവരുടെ അടുത്ത് സോളിഡ് പ്രൂഫ് ഉള്ളത് കൊണ്ടും നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടും അവരൊരു നല്ല വക്കീലിനെ വെച്ചാൽ മാത്രം മതി. അടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അച്ഛൻ ഈ ബന്ധത്തിൽ 4 മക്കളുണ്ട്. അത് മനസ്സിലായി.
ഇവിടെ 4 അവിടെ 1. അതാ ഞാൻ പറഞ്ഞത്. അവരൊന്ന് മനസ്സ് വെച്ചാല് അവര് മാത്രമുള്ള ജീവിത ഭാര്യയൊന്നും നിങ്ങളൊക്കെ സെക്കൻഡറി ആണെന്ന് തെളിയിക്കാൻ അവർക്ക് പറ്റും. അപ്പൊ ഈ 10 വർഷം മേലെ ഒരുമിച്ച് ജീവിച്ചതും DNA ടെസ്റ്റ് അതൊന്നും കാര്യമില്ലേ? 10 വർഷം ഒന്നും ജീവിച്ചെങ്കിൽ അച്ഛനും വളരെ രേഖയൊന്നുമില്ലല്ലോ, തെളിവാണ്. ഒറ്റ കാര്യം കേസിൽ ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കുപ്പിയിലാക്കി പുള്ളി മരിച്ചു പോകണമെങ്കിലും ഉള്ളത് സ്വന്തം പേര് എഴുതി മേടിക്കാമോ, അല്ലെ കണ്ണി കണ്ടുകൊണ്ട് തിന്നു. ഇതൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും. അത് ബുദ്ധിമുട്ടായാലും പിന്നെ ഇപ്പൊ വേറൊരു പരിപാടിയുണ്ട്. ഈ പട്ടി വൈക്കോലി കയറി കിടക്കുന്ന കേട്ടിട്ടില്ലേ? തിന്നയില്ല തീറ്റിക്കയില്ല. ആ ഒരു പരിപാടി നമുക്ക് പിടിക്കാം. പക്ഷെ അതിലൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ സ്വത്ത് വന്ന് ചേരുമ്പോഴേക്കും കുറെ കാലതാമസം പിടിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കാലശേഷമൊക്കെ കുഴപ്പമുണ്ട. അയ്യോ ഞങ്ങളുടെ കാലശേഷം പിന്നെ സുപ്രീം കോടതി വരെ പോകുന്നത് ആർക്കും കിട്ടാത്തൊരു പരിപാടിയല്ലേ. ഞങ്ങള് എന്നൊക്കെ നമ്മളോട് ആലോചിച്ചിട്ട് പോയിട്ട് വരാം. അത് മതി, ആലോചിച്ചിട്ട് മതി. അച്ഛനൊന്നും ആലോചിച്ചെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ല. ആലോചിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ മറ്റേ പാർട്ടിന്റെ അടുത്ത് വരുന്നത് ഞാൻ അവരോട് നിൽക്കും. എന്താന്ന് വെച്ചാൽ അവരിൽ പേപ്പർ ഉണ്ടല്ല. കാര്യം പറയാം, നമ്മുടെ പാറപ്പറമ്പില് തോമാച്ചായൻ ജിബി ഇല്ലേ? ജിബി ഈ ജിബി ഇവന്റെ സ്വത്തിന്റെ മുന്തിയ പങ്കടിച്ച് മാറ്റാൻ വേണ്ടിട്ട് ഒരു പ്ലേ നടത്തി. ഇത് കുറെ കഴിഞ്ഞപ്പോ അവന്റെ പെങ്ങളും ചേട്ടനും പറഞ്ഞു. ഇവനറിയാതെ അവരൊരു മറുപടി വെച്ച് ഇപ്പൊ എന്ത് പറ്റി? ജിബി മുഴുവൻ അവർക്ക് കിട്ടി. കുടുംബവും കഴിഞ്ഞു. നാട്ടുകാർ അറിഞ്ഞിട്ടില്ലാതുള്ളൂ. ഇതേ മനസ്സിൽ വെച്ചാൽ മതിയേട്ടാ. ഉദാഹരണം പറയല്ലേ, നിങ്ങൾ ആയോഗ്യാന്ന് ശ്രദ്ധപ്പെടുത്തിയെന്ന് മാത്രം. ഇതൊക്കെ അനുഭവം കൊണ്ട് പറയുന്നത്. ഇതുപോലെ അച്ഛന്മാര് പലയിടത്തും ചെന്ന് കയറിയതിന്റെ ഫയലുകളാണ് ഈ പുറയിലിരിക്കണ. ഇതിൽ കോടതിയിൽ ഒന്നും പോകേണ്ട കാര്യമില്ല. അയാളൊരു പട്ടി വായിക്കോലും എന്നെ അച്ഛൻ സോപ്പിന് മേടിക്കാൻ പറയാൻ അയാളോടാ. വേറൊരു കാര്യം ചേട്ടാ, അയാൾ പറഞ്ഞ പോലെ വീട്ടിൽ വെച്ച് ഡിസ്കഷൻ വേണ്ട. വെറുതെ നമ്മളായിട്ടൊന്നും ഓരോ ഐഡിയ ഇട്ട് കൊടുക്കണേ. എന്നാലും ജിബിയുടെ വീട്ടിൽ ഞാനേ ഇവിടെ കുറച്ച് ഓർഡറിലായിരുന്നു. ഓർഡർ കാണുന്നുണ്ടായിരുന്നു. എന്നൊന്നും തിരിച്ചു വിളിക്കണ്ടേ? ഒരു ആവശ്യത്തിലല്ലേ വിളിക്കുന്നത്? എന്താ കാര്യം? എടാ, നീ ഓരോ സ്ഥാനത്ത് ഇരുന്നിട്ട് എല്ലാവരും വീട്ടിൽ പൂജ നടത്തി. നിന്റെ വീട്ടിൽ പൂജ നടത്തി എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾ പറയേണ്ടത്? അതുകൊണ്ട് അച്ഛന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ടേ ഒരു സ്ട്രോക്ക് വന്നു വെച്ച് പുള്ളി ഇപ്പൊ ആശുപത്രി എത്രാളെ. എടാ, വെളിച്ചപ്പാടൊന്ന് അവിടെ നിന്ന് തുള്ളിയിട്ട് പോയാൽ എന്താ പ്രശ്നം? എന്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്നൊന്ന് ഊരുത്താ. നീ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവസരം നീതി പോയാ എല്ലാവരും കേട്ടാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതുകൊണ്ട് ഞാനേ കുറച്ച് തിരക്കിലാണ്. ഞാൻ നമ്മളോട് വിളിക്കുന്നുണ്ട്. എന്നാ വിളിക്കാം. എടാ, വെളിച്ചപ്പാടോടെ ഒഴിവാക്കില്ല. അതാ क्या है यार, उन लोगों को समर वेकेशन पे लेके जाता है, सब कुछ लोग इधर, इन लोग के पास कुछ नहीं, इन लोग के पास कुछ नहीं, प्लस मदर को बोला पेपर में ऐड दिया था, ऐड इन द पेपर. अरे बाप, I'm loving this grandfather, but actually if you see ना, अगर किसी के घर पे ऐसा कुछ हुआ तो बहुत I know like joke चल रहा है, fun है, fun है, ठीक है, just but imagine the same thing female, happen in the family and the female's mindset. Okay, the guy whom you live with 30 years has another wife now, तो वो वाला बॉब फूट जाता है. ऊपर से अभी इसको कुछ नहीं हो सकता, he is totally fine now. Oh God. बट अभी लोग प्रॉपर्टी का भी सोच रहे क्या करना है क्या नहीं. बट वो भी शाना, can you go and give exam on my behalf? Some papers are remaining. Actually smart है वो, तो हिसाब से देखिए. बट अभी समझेगा ही नहीं ना किसी को भी. चलो देखते हैं, let's see, let's wait for more guys. Meanwhile, take care. Bye.